അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 22 23 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 1:22 23 വാക്യങ്ങൾ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. We preach Christ crucified, to the Jews a stumbling block and to the Greeks foolishness. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, രാവിലെ സമയത്തിനായിട്ട് വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. രാവിലെ തോറും അവിടുത്തെ കൃപകൾ പുതിയതും വിശ്വസ്തത വലിയതുമാണല്ലോ. സ്തോത്രം. അവിടുത്തെ മഹാവല്യ വിശ്വസ്തതയാൽ ഞങ്ങൾക്ക് പുതിയ ദിവസത്തിൽ പുതിയ കൃപകളും പുതിയ അനുഗ്രഹങ്ങളും ഒക്കെ നൽകിത്തന്ന് ഞങ്ങളെ ആക്കിയിരിക്കുന്നതായ ഇടങ്ങളിൽ ജീവിതായോധനത്തിൽ പുതിയ കൃപകളോടുകൂടെ ആയിരിക്കാൻ സഹായിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അനേക വിധത്തിലുള്ള പ്രസംഗങ്ങൾ കേൾക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെയും ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ വേറൊരു വിഷയത്തെക്കുറിച്ചുള്ളതായ വളരെ വ്യത്യസ്തമായിട്ടുള്ളതും അനുഗ്രഹീതമായതും ബൗദ്ധികവുമായിട്ടുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി നമുക്ക് പ്രസംഗങ്ങൾ കേൾക്കുവാൻ കഴിയും. അത്യന്താധുനികമായിട്ടുള്ള സംവിധാനങ്ങളിൽ കൂടെ, സാങ്കേതിക വിദ്യകളിൽ കൂടെ, മാധ്യമങ്ങളിൽ കൂടെയൊക്കെയും വളരെ ആകർഷകമായ വിഷയങ്ങളെക്കുറിച്ച് പ്രസംഗങ്ങൾ കേൾക്കുന്നവനാണ് ഞാനും നിങ്ങളും. എന്നാൽ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ പറയുന്നു, ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് അപ്പുറത്തായിട്ട് ക്രൂശിന്മേൽ മരിച്ചതായ ഒരു മനുഷ്യനാണ് ഞങ്ങളുടെ പ്രസംഗ വിഷയം. എന്തുകൊണ്ടാണ് ക്രൂശിന്മേൽ മരിച്ചതായ, അതും 2000 വർഷങ്ങൾക്കപ്പുറത്ത് മരിച്ചതായ ഒരു മനുഷ്യനെ കുറിച്ച് ഇവിടെ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നത്? ഒന്നുകിൽ ഈ മനുഷ്യന് പ്രസംഗിക്കുവാൻ മറ്റു വിഷയങ്ങൾ ഇല്ലാത്തവനാണ്, അല്ലെങ്കിൽ ഈ മനുഷ്യന് പ്രസംഗ പാഠവം ഇല്ലാത്ത വ്യക്തിയാണ്. അല്ല, ഈ മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ അംഗീകരിക്കപ്പെട്ടതായ ആശയങ്ങൾക്ക് വേണ്ടി അനവരതം അത്യധ്വാനം ചെയ്ത ആദർശധീരനായ കർമ്മയോഗി, അതുല്യനായ പ്രേക്ഷിത ആചാര്യൻ, ഹില്ലാൽ കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന ഗമാലിയേലിന്റെ കാൽക്കീഴെ ഇരുന്ന് പഠിച്ചവൻ, ന്യായപ്രമാണം വ്യാഖ്യാനിക്കുന്നതിൽ ശാസ്ത്രിമാരുടെയും അത് ജീവിതത്തിൽ പാലിക്കുന്നതിൽ പരീശന്മാരുടെയും ശുഷ്കാന്തി ഒത്തിണങ്ങിയതായ ഒരു വ്യക്തി. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് തന്നെ ആക്കി തീർത്തതായ ക്രൂശിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം റോമിലെ ട്രീ ഫൗണ്ടക്സ് എന്ന് പറയുന്നതായ സ്ഥലത്ത് വെച്ച് കർത്താവിൻ്റെ ഒരു രക്തസാക്ഷിയായി മരണം വരിച്ചു. ക്രൈസ്തവ നഭോമണ്ഡലത്തിൽ ഉദിച്ചുയർന്നതായ ഏറ്റവും പ്രഭാപൂരിതമായ നക്ഷത്രം, അഥവാ സഭയുടെ ശില്പിയും പണിക്കാരനുമായിട്ട് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നവൻ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസാണ് പറയുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നുവെന്ന്. ഇത് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചതായ വലിയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിൽ സ്വരൂപിച്ചുകൊണ്ട് തൻ്റെ സാക്ഷ്യം ഇവിടെ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ക്രൂശും കർത്താവും തമ്മിലുള്ള തൻ്റെ ബന്ധം ഇവിടെ പൗലോസ് അരക്കിട്ടുറപ്പിക്കുന്നു. സാധാരണയായി പറയും, ക്രൈസ്റ്റ് വിത്തൗട്ട് ക്രോസ് ആൻഡ് ക്രോസ് വിത്തൗട്ട് ക്രൈസ്റ്റ് ബോത്ത് ആർ മീനിങ്ലെസ്. ക്രിസ്തുവില്ലാത്ത കുരിശും കുരിശില്ലാത്ത ക്രിസ്തുവും
രണ്ടും നിരർത്ഥകമാണ്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്ന്. ഈ അത്യന്താധുനിക കാലഘട്ടത്തെ 3 വാക്കുകളിലാണ് ഒരു ചിന്തകൻ വിവരിക്കുവാൻ ശ്രമിച്ചിരിക്കുന്നത്. ഒന്ന് കയോസ്, ഒരു വലിയ ശൂന്യതാ ബോധം. 2 കറപ്ഷൻ, അനീതി, കൺഫ്യൂഷൻ, എല്ലായിടത്തും ഒരു വലിയ മറിച്ചിലുകൾ. ഇന്ന് ഈ കാലഘട്ടത്തിന് കൊടുത്തിരിക്കുന്നതായ പുതിയ പേരാണ് സത്യാനന്തര കാലം. സത്യം കഴിഞ്ഞുപോയി, ഇപ്പോൾ സത്യം ഇല്ല. അസത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുകയും പറയുകയും അസത്യത്തെ സത്യമായിട്ട് മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറത്തക്കവണ്ണം അതിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് യെശയ്യാ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുന്നമേ ലോകത്തെ വിളിച്ചറിയിച്ചു. അദ്ദേഹം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, നന്മയ്ക്ക് തിന്മയെന്നും തിന്മയ്ക്ക് നന്മയെന്നും കയ്പിന് മധുരമെന്നും മധുരത്തിന് കയ്പെന്നും ഇരുട്ടിന് വെളിച്ചമെന്നും വെളിച്ചത്തിന് ഇരുട്ടെന്നും പറയുന്നതായ ഒരു കാലം വരുമെന്ന് പ്രവാചകന്റെ പ്രവചനം ഈ കാലഘട്ടത്തില് സന്നദ്ധമായി കഴിഞ്ഞിരിക്കുന്നു. നാം ജീവിക്കുന്നതായ ലോകം ഈ കാലഘട്ടമാണ്. പ്രവാചകൻ പ്രവചിച്ചതായ ആ ദിനങ്ങൾ, സത്യാനന്തര കാലം. ഇന്ന് പല ആളുകളും ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്, മനുഷ്യന് ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്നാണ്. മനുഷ്യന്റെ ഭൗതികമായ ആവശ്യങ്ങളെയും ഹ്യൂമൻ റൈറ്റ്സിനെയും ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാലും ഉണ്മാനും ഉടുക്കാനും ഇല്ലാത്തതല്ല മനുഷ്യന്റെ ഇന്നത്തെ പരാധീനത എന്നുള്ളത് നമ്മൾ ഓർക്കണം. ബാർക്ലി പറയുന്നു, man is made for God just as car is made for the road. കാറ് റോഡിലോടുവാനായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പോലെ എന്നെയും നിങ്ങളെയും വലിയവനായ ദൈവം സൃഷ്ടിച്ച് നിർമ്മിച്ച് ഭൂമിയിലാക്കിയിരിക്കുന്നത് ദൈവത്തിലായിരിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിലായി തീരുന്നത് വരെയും മനുഷ്യൻ അസ്വസ്ഥനാണ്. ദൈവത്തെ വിട്ട് പുറംതിരിഞ്ഞോടുന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അസ്വസ്ഥതയ്ക്കുള്ള കാരണം. അതുകൊണ്ട് ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്, ദൈവത്തിലായിരിക്കാൻ വേണ്ടിയാണ്. റോഡിൽ കൂടെ ഓടുന്നതായ ഒരു കാറിലെ യാത്ര വളരെ സുഗമമാണ്. ഈ റോഡ് എത്രമാത്രം സുരക്ഷിതമാണോ ആ യാത്രയും വളരെ സുരക്ഷിതവും ഉല്ലാസവും നിറഞ്ഞതായിരിക്കും. റോഡ് വിട്ടോടുന്നതായ കാറിലെ യാത്ര നമുക്ക് ഊഹിക്കുവാൻ പോലും സാധ്യമല്ല. ഒരുപക്ഷെ അതൊരു അന്ത്യയാത്രയായിട്ട് പരിണമിക്കും. സോ man is made for God just as car is made for the road. റോഡിലോടുവാൻ കാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പോലെ പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതം ദൈവത്തിലായിരിക്കാൻ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച് നിർമ്മിച്ച് ഭൂമിയിലാക്കിയിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, ഒരിക്കല് മത്സ്യക്കുഞ്ഞുങ്ങളെ വിൽക്കുന്നതായ ഒരു അക്വേറിയത്തില്, അതിന്റെ പ്രദർശനശാലയില് ഒരു പിതാവും അദ്ദേഹത്തിന്റെ 6 വയസ്സുള്ള മകനും കൂടെ പോയി. പ്രദർശനശാലയെല്ലാം കണ്ട് വളരെ സന്തോഷിച്ച് മടങ്ങിപ്പോരുമ്പോൾ ഈ 6 വയസ്സുകാരൻ ബാലന്റെ നിർബന്ധത്തിന് വഴങ്ങി ഈ പിതാവ് ഗോൾഡ് ഫിഷിനെ വാങ്ങി അതിനെ ഒരു കവറിനകത്തൊക്കെ ഇട്ടു. അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കത്തക്കവണ്ണം ഒരു ചെറിയ കണ്ണാടി കൂടുമൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു.
ഈ കവറിലുണ്ടായിരുന്ന ഗോൾഡ് ഫിഷിനെ എല്ലാം ഈ ടാങ്കിനകത്ത് നിക്ഷേപിച്ചു. എന്നിട്ട് ഈ പിതാവ് മകനോട് പറയുന്നു, അതിന് തീറ്റ കൊടുക്കേണ്ട സമയത്ത് തീറ്റ കൊടുക്കണം, അതിന് വെള്ളം മാറേണ്ട സമയത്ത് ടാങ്കിലെ വെള്ളം എല്ലാം മാറി ക്ലീൻ ചെയ്യണം. ഈ മകൻ ഇതെല്ലാം സമ്മതിച്ചു. അവൻ ക്രമമായിട്ട് തീറ്റ കൊടുക്കുകയും വെള്ളം മാറുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഈ ടാങ്കിലെ വെള്ളം ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഗോൾഡ് ഫിഷ് തറയിൽ വീണു. പെട്ടെന്ന് ഓടിച്ചെന്ന് ഒരു ചെറിയ ചുള്ളിക്കമ്പെടുത്ത് തറയിൽ നിന്നൊരു വരയെ കുത്തിയെടുത്ത് ഈ മത്സ്യത്തിന്റെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് ആ പിതാവ് അതുവഴി വന്നു. പിതാവ് മകനോട് ചോദിക്കുന്നു, മോനെ വിൽസൺ, വാട്ട് ആർ യു ഡൂയിങ്? നീ എന്ത് ചെയ്യുകയാണ്? അവൻ പറയുകയാണ്, ഞാൻ വെള്ളം മാറിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മത്സ്യക്കുഞ്ഞ് താഴെ വീണ് ചാകാൻ തുടങ്ങുന്നു, പിടയ്ക്കുന്നു, ഞാൻ അതിന് തീറ്റ കൊടുക്കുകയാണ്. പിതാവ് പറഞ്ഞു, മോനെ വിൽസ, നീ എന്തൊരു മടയനാടാ. ഈ മീനിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് വെള്ളത്തിനകത്ത് കിടക്കുവാനും അതിൽ ജീവിക്കുവാനുമാണ്. അതിനെ സൃഷ്ടിച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്നത് പുറത്തു പോകുമ്പോൾ അത് ചത്തുപോകും. അതുകൊണ്ട് ഇനി അതിനെ പെട്ടെന്നെടുത്ത് വെള്ളത്തിലിടാൻ പറഞ്ഞു. ചാകാൻ തുടങ്ങിയ മത്സ്യം ജീവൻ പ്രാപിച്ചു മറ്റു മത്സ്യങ്ങളുടെ കൂടെ ഓടി നടക്കുവാൻ ശ്രമിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിലായിരിക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിലായിരിക്കേണ്ട മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് തിരിഞ്ഞോടുന്നതാണ് ഇന്ന് അവന് പറ്റിയിരിക്കുന്നതായ ഏറ്റവും വലിയ വിപത്ത് എന്നുള്ളത് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് അത് ക്രൂശിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, എന്തുകൊണ്ടാണ് സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് അപ്പോസ്തലൻ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്? റോമാലേഖനം 8-ാം നാം വായിക്കുന്നു, അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയും ഇല്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിൽ പ്രശംസിക്കുന്നവർക്ക് ജീവിതത്തിന്റെ ശിക്ഷാവിധിയെല്ലാം നീങ്ങിപ്പോയവരായിട്ട് തീരുന്നു. പാപത്തിന്റെ ശമ്പളം മരണമെന്നുള്ളത് നമുക്കറിയാം. ഏത് പ്രവർത്തിക്കും അതിൻ്റെതായ വേതനം അഥവാ പ്രതിഫലം ലഭിക്കും. പാപം ചെയ്യുന്നവർക്കുള്ള പ്രതിഫലമാണ് മരണമെന്ന് പറയുന്നത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. നാം പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മളെ തന്നെ വഞ്ചിക്കുന്നു. ഇന്ന് പാപത്തെ നിഷേധിക്കുന്നതായ ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, പാപം എന്ന ഒന്നില്ല. ഞാൻ ചോദിച്ചു, ഇപ്പം കൊലപാതകം പാപമാണോ? അത് പാപമല്ല, അതൊരു കലയാണ്. മോഷണം പാപമാണോ? അല്ല, അത് ഒരു കലയാണ്. അതുകൊണ്ട് ഇതെല്ലാം കലയായിട്ടാണ് ഇന്ന് പല ആളുകളും കാണുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പാപമുണ്ടെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പാപമെന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള പഠിപ്പിക്കകൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പാപം കലയാണെന്ന് എന്നോട് വാദിച്ചിരുന്നതായ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു. ഈ പറഞ്ഞല്ലോ കൊലപാതകം കലയാണെന്ന്. അതെ, ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ കലാപരിപാടി ഇന്ന് രാത്രി നിന്റെ ഭവനത്തിൽ അരങ്ങാടത്തക്കവണ്ണം കുറെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരട്ടെയോ എന്ന്. കുറെ നേരം ഈ ചെറുപ്പക്കാരൻ എൻ്റെ മുൻപിൽ മൗനമായി നിന്നു, തലകുനിച്ച് നിന്നു. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഈ ചെറുപ്പക്കാരനെ കാണുവാനില്ല. ഇത് പാപമല്ല, കലയാണെന്ന് ശക്തിയോടുകൂടെ വിശ്വസിക്കുകയും തർക്കിക്കുകയും ചെയ്ത മനുഷ്യൻ അത് അവന്റെ ജീവിതത്തെ ബാധിക്കും എന്ന് മനസ്സിലായപ്പോൾ അവിടെ ഒന്ന് സ്ഥലം വിടുകയായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് വെറും തട്ടിപ്പും വെട്ടിപ്പും സൂത്രവുമൊക്കെയാണ്. പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നവരാണ്. ദൈവത്തെ കൂടാതെ പാപത്തിന്റെ ഉല്ലാസത്തിൽ വിഹരിക്കുകയും സന്തോഷിക്കുകയും മദ്യപാനത്തിലും വെറിക്കൂത്തിലും സമയം ചിലവാക്കുകയും ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ഒരു വലിയ
അപകടത്തിൻ്റെതായ വഴി ഉണ്ട് എന്നുള്ളത് ഈ ഭാഗം നമ്മെ വിളിച്ചറിയിക്കുന്നു. നയാഗ്ര വെള്ളച്ചാട്ടത്തെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ പതനത്തിന് ഒരു 700 മീറ്റർ പുറകിലായിട്ട് ഒരു വലിയ ചുവന്ന ബൾബ് പ്രകാശിക്കുന്നു. ഈ ചുവന്ന ബൾബിന്റെ മുൻപിൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. യു ഡോണ്ട് ഗോ ബിയോണ്ട് ദിസ് പോയിന്റ്, യു വിൽ ബി നോ മോർ. അല്ലയോ നയാഗ്ര വെള്ളച്ചാട്ടത്തില് ചാടുവാനും കളിക്കുവാനും ഉല്ലസിക്കുവാനും വിഹരിക്കുവാനുമായിട്ടൊക്കെ കടന്നു വരുന്ന പ്രിയപ്പെട്ടവനെ, നീ സമൂഹത്തില് എത്ര വലിയവനായിരുന്നാലും നിന്നോടൊരു കാര്യം ഈ ചുവന്ന ബൾബിന് പറയുവാനുണ്ട്. ഈ ചുവന്നതായിട്ടുള്ള ഈ ബൾബിനെ കടന്ന് നീ ഇനി അല്പം പോലും മുൻപോട്ട് പോകരുത്. പോയാൽ യു വിൽ ബി നോ മോർ, നീ ഇനി ലോകത്തില് ഉണ്ടായിരിക്കുകയില്ല. അല്ലയോ പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുന്നവരെ, ഈ ദൈവവചനത്തിന്റെ മറികടന്ന് നിന്റെ പാപോല്ലാസങ്ങളിൽ നിന്ന് നീ പിന്തിരിയണം. നീ പിന്തിരിഞ്ഞില്ല എങ്കിൽ ഈ വലിയ ചുവന്ന ബൾബ് നിന്നോട് പറയുകയാകുന്നു, നിന്റെ ജീവിതത്തില് അപകടമാണ്. നീ ഇങ്ങനെ മുൻപോട്ട് പോയാൽ നിന്റെ ജീവിതം തന്നെയും ഇല്ലാതെയായി തീരും. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നീ ദൈവഭാഗത്താകണം. കർത്താവിന്റെ കാൽവരി ക്രൂശില് അഭയം പ്രാപിക്കുന്നവനാകണം. രണ്ടാമതായി, എന്തുകൊണ്ടാണ് പൗലോസ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കാണാതെ പോയതിനെ തിരിഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഈ വാക്യത്തെക്കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് എ മിനിയേച്ചർ ഫോം ഓഫ് ദ ഗോസ്പൽ എന്നാണ്. സുവിശേഷത്തിന്റെ ഒരു ചുരുങ്ങിയ പതിപ്പാണിത്. കാണാതെ പോയതിനെ തിരിഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നു എന്നുള്ളത്. സഖായിയുടെ ഭവനത്തിൽ ചെന്ന കർത്താവ്, സഖായി അവന്റെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടായി. അവൻ പറയുകയാകുന്നു, ഞാൻ അന്യായമായി വാങ്ങിച്ചിട്ടുള്ളത് 4 ഇരട്ടി മടക്കി കൊടുക്കാം. എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കാം. അവൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരമുണ്ടാകുന്നു. മെറ്റാനായോ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ജീവിതത്തിൽ കുറവുകളൊക്കെ സംവദിച്ച് അതിന് പ്രായശ്ചിത്തം ചെയ്ത് ദൈവവുമായിട്ടും മറ്റുള്ളവരുമായിട്ട് നിരക്കുന്നതാണ് മെറ്റാനോയിയ. അതുകൊണ്ട് ജീവിതത്തില് തിരികെ വരുവാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. ഒരു വേട്ടപ്പട്ടിയെ പോലെ ദൈവത്തെ വിട്ടു പോകുമ്പോൾ നമ്മുടെ പുറകെ അവൻ അനുധാവനം ചെയ്ത് മുൻപോട്ട് വരികയാണ്. മകനെ, മകളെ എന്ന് പറഞ്ഞ് ഫ്രാൻസിസ് തോംസൺ എന്ന് പറയുന്നതായ ആംഗ്ലേയ കവി തൻ്റെ ആംഗ്ലേയ സാഹിത്യമായ ദ ഹോണ്ട് ഓഫ് ഹെവൻ എന്ന് പറയുന്ന പുസ്തകത്തില് തൻ്റെ തന്നെ ജീവിത അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് എഴുതിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് പുലഭ്യം പറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി. ഈ മനുഷ്യൻ ദൈവത്തെ വിട്ട് അകന്നകന്ന് ഓടി ഓടി ഏതാണ്ട് അവശനായി ഒരു മരുഭൂമിയിൽ ചെന്ന് നിപതിക്കുന്നു. വീണ് കിടക്കുന്നതായ മനുഷ്യൻ തല ഉയർത്തി നോക്കിയപ്പോൾ അവൻ ആരെ വേണ്ട എന്ന് പറഞ്ഞ് വിട്ടോടിയോ ആ ദൈവത്തിന്റെ പാദപീഠത്തിങ്കിലാണ് ചെന്ന് വീണ് കിടക്കുന്നത്. എന്നിട്ട് ആ ദൈവം അവനോട് ചോദിക്കുന്നു, ഓ ഹാർഡസ്റ്റ്, ബ്ലൈൻഡസ്റ്റ്, വീക്കസ്റ്റ്, ഐ ആം ഹീ ഹൂ സീക്കസ്റ്റ്. അല്ലയോ മൂഢനായ മനുഷ്യ, മൃഗപ്രായനായവനെ, നീ ആരെ വേണ്ട എന്ന് പറഞ്ഞ് വിട്ടോടിയോ അവന്റെ പാദപീഠത്തിങ്കിലാണ് നീ വന്ന് വീണ് കിടക്കുന്നത്. നാം ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് വിട്ടോടുമ്പോൾ ഒരു വേട്ടപ്പട്ടിയെ പോലെ എന്നെയും നിങ്ങളെയും തേടി എന്റെയും നിങ്ങളുടെയും പുറകെ അനുധാവനം ചെയ്യുന്നവനായ ഒരു കർത്താവ്
അവൻ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനായിട്ട് വന്നവനാണ്. അതുകൊണ്ട് ഞാൻ അവന്റെ ക്രൂശിൽ പ്രശംസിക്കുന്നു എന്നാണ് ഈ ഭാഗത്ത് പൗലോസ് നമ്മോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മൂന്നാമതായി അപ്പോസ്തലപ്രവൃത്തി 10:42 വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം നിമിത്തം പാപമോചനം ലഭിക്കും. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വെച്ച് അപ്പോസ്തലനായ പത്രോസ് ചെയ്തതായ പ്രസംഗമാണ് ഈ ഭാഗമെന്ന് പറയുന്നത്. അവിടെ പത്രോസ് പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്നതായ ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭ്യമാകും. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് കർത്താവിനെ നിന്ദിച്ചു, പരിഹസിച്ചു. അവന്റെ വേലക്കാരായിട്ടുള്ള അവന്റെ വിശ്വാസ സമൂഹത്തെ ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു. അവർ പീഡ സഹിക്കുവാൻ വയ്യാഞ്ഞ് യെരൂശലേമിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. യെരൂശലേമിൽ നിന്നും ഓടിപ്പോയതായ ആളുകളെ ദമസ്കോസിൽ ചെന്ന് പീഡിപ്പിക്കുവാനായിട്ടുള്ള അധികാരപത്രം പോക്കറ്റിലും അടങ്ങാത്തതായിട്ടുള്ള ആവേശം ഹൃദയത്തിലും സംഗ്രഹിച്ചുകൊണ്ട് ഈ പൗലോസ് ഓടിയവനാണ്, യാത്ര ചെയ്തവനാണ്, യേശുക്രിസ്തുവിന് എതിരായിട്ട് ഉദച്ചവനാണ്. അവൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ഈ കർത്താവിനെ കണ്ടുമുട്ടി. അവൻ ചോദിക്കുന്നു, നീ ആരാണ്? നീ ഉപദ്രവിക്കുന്നവനാ യേശുവാണ് ഞാനെന്ന് പൗലോസിനോട് പറയുകയും മനസ്സിലാക്കുകയും ചെയ്തു. പൗലോസ് ദൈവഭാഗത്തേക്ക് തിരിഞ്ഞു വരുവാനായിട്ട് ഇടയായി തീർന്നു. അവനിൽ വിശ്വസിച്ചപ്പോൾ അവന്റെ നാമം മൂലം പൗലോസിന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ പോരായ്മകളും പാപങ്ങളും അവൻ ക്ഷമിച്ചു. പൗലോസ് പറയുകയാണ്, ഐ നോ ഹും ഐ ബിലീവ്. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നു. പണ്ട് മുതൽ അവൻ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതായിരുന്നു. ചില തത്വസംഹിതകളിലും ചില നിരൂപണങ്ങളിലും ഒക്കെ വിശ്വസിച്ച് നടന്ന് മറ്റുള്ളവരെ ഉപദ്രവിച്ചവനാണ്, ദൈവത്തെ നിഷേധിച്ചവനാണ്. എന്നാൽ ദമസ്കോസ് റോഡിൽ വെച്ച് അവൻ ഉപദ്രവിച്ചവനായ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ ഇന്നവൻ പറയുന്നു, ഐ നോ ഹും ഐ ബിലീവ്. ഞാൻ ഇന്ന് ചില തത്വസംഹിതകളിലോ ആശയങ്ങളിലോ നിരൂപണങ്ങളിലോ അല്ല വിശ്വസിക്കുന്നത്, യേശുക്രിസ്തുവാകുന്ന വ്യക്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പൗലോസ് ഏറ്റുപറയുന്നതായി കാണുവാൻ സാധിക്കും. 1929 അമേരിക്കൻ ഐക്യനാടുകളിൽ ഒരു വലിയ വിധി പ്രിസൺ ഓഫ് IG നടത്തുകയുണ്ടായി. ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ ഒരു കൊലപാതക കുറ്റത്തിന് പിടിക്കപ്പെട്ടു. അവനെ തൂക്കിക്കൊല്ലുവാനായിട്ട് നിശ്ചയിച്ചു, ജയിലിൽ അടച്ചു. എന്നാൽ ഈ ചെറുപ്പക്കാരനെ വിമോചിപ്പിക്കണമെന്ന് പറഞ്ഞ് വലിയൊരു മാസ് പെറ്റീഷൻ IGF പ്രസിഡന്റ് മുൻപിൽ സമർപ്പിച്ചു. അതിനകത്ത് അവർ പറയുന്ന കാരണങ്ങൾ: ഒന്ന്, ഈ ചെറുപ്പക്കാരന്റെ ഭവനത്തിൽ ആരും ഇതുവരെയും ഒരു കൊലപാതകന്മാർ ഉണ്ടായിട്ടില്ല. ഈ ചെറുപ്പക്കാരൻ ഇതുവരെയും ആരെയും കൊന്നിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. അവൻ വളരെ നന്നേ ചെറിയ പ്രായമാണ്. അതുകൊണ്ട് അവന്റെ യൗവനം പരിഗണിച്ച് അവന് മാപ്പ് കൊടുക്കണമെന്നുള്ള വലിയ ഭീമ ഹർജി IGF പ്രസിഡന്റ് ചീഫ് മാർഷൽ ജോൺ മാർഷൽക്ക് സമർപ്പിച്ചു. അദ്ദേഹം അത് പഠിച്ച ശേഷം ഈ ചെറുപ്പക്കാരന് വിമോചനം കൊടുക്കുവാനായിട്ട് ശിക്ഷ ഇളവ് ചെയ്ത് അവനെ ജയിലിൽ നിന്ന് പുറത്തുവിടുവാൻ തീരുമാനിച്ചു. ഈ തീരുമാനം IGF പ്രസിഡന്റ് എഴുതി ഒപ്പിട്ട് ജയിൽ വാർഡന്റെ അടുത്ത് കൊടുത്തയച്ചു. ജയിൽ വാർഡൻ ഇത് കണ്ടപ്പോൾ സന്തോഷിച്ചു. വാർഡൻ മുറിയുടെ മുൻപിൽ ചെന്ന് നിന്ന് കൊട്ടിമുട്ടി, വിൽസൺ, യു ആർ വെരി ലക്കി, നീ വലിയ ഭാഗ്യവാനാണ്. നിന്നെ കൊലപാതക കുറ്റത്തിൽ നിന്ന് അമേരിക്കൻ ഐക്യനാട് വിമോചിപ്പിച്ചിരിക്കുന്നു. നിനക്ക് പുറത്തിറങ്ങി പോകാം എന്ന് പറഞ്ഞു.
കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് കൊലയ്ക്കായിട്ട് വിധിച്ചിട്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ IG ഓഫ് പ്രസിഡന്റ് ഈ ഓർഡറിനെ നിഷേധിച്ചു. അവൻ ഇറങ്ങിപ്പോകുവാൻ സന്നദ്ധനായില്ല. അവൻ ആ ജയിലിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. ഇത് കോടതിയെ വീണ്ടും വലിയ തലവേദനയിലാക്കി തീർത്തതായ ഒരു സംഭവമായിട്ടാണ് ഇതിനെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിവരം കോടതി വീണ്ടും അറിഞ്ഞ് കോടതി വീണ്ടും കൂടി. ഒരു മനുഷ്യൻ കുറ്റം ചെയ്ത് ജയിലിന് പുറത്തു പോയില്ല എങ്കിൽ, അവനെ വിമോചിതനാക്കുമ്പോൾ പുറത്തു പോയില്ല എങ്കിൽ അവനെ ജയിലിൽ നിന്നും പിടിച്ചിറക്കി വിടാം. ഒരുവൻ ജയിലിൽ നിന്നും പുറത്തേക്കിറങ്ങി പോകുന്നില്ല എങ്കിൽ അവനെ എന്ത് ചെയ്യാൻ? കോടതിക്ക് വലിയ ചിന്താക്കുഴപ്പമായി. കോടതി വീണ്ടും കൂടി ഒരു തീരുമാനമെടുക്കുകയാകുന്നു. ഇനി മിസ്റ്റർ വിൽസൺ തൂക്കിക്കൊല്ലപ്പെടുവാനായിട്ട് പോകുന്നത് അവൻ ചെയ്ത കുറ്റത്തിന് വേണ്ടിയല്ല, അവൻ കോടതിയെ നിരാകരിച്ചതുകൊണ്ടാണ്, കോടതിയുടെ മാപ്പ് അവൻ സ്വീകരിക്കാഞ്ഞതുകൊണ്ടാണ് ഇനിയും ഈ വിൽസൺ തൂക്കിലേറ്റപ്പെടുവാനായിട്ട് പോകുന്നത്. അവൻ സ്വയമേവ അത് അംഗീകരിച്ചില്ല എങ്കിൽ പഴയ കുറ്റം തന്നെ അവന്റെ മേൽ ചാർത്തും എന്നായിരുന്നു കോടതിയുടെ വിധി. തൂക്കിക്കൊന്നവനെ തൂക്കിക്കൊല്ലുവാൻ കോടതി നിശ്ചയിച്ചു. അതിന് മാപ്പ് കൊടുത്ത് അവൻ സ്വീകരിച്ച് പുറത്തു പോകുന്നില്ല എങ്കിൽ അവൻ വീണ്ടും തൂക്കിക്കൊല്ലപ്പെടുക തന്നെ ചെയ്യും. ഇനിയും വിൽസനെ തൂക്കിക്കൊല്ലുന്നത് അവനൊരു കൊലപാതകനായതുകൊണ്ടല്ല, പിന്നെയോ അമേരിക്കൻ ഐക്യനാടുകളുടെ കോടതിയെ അവൻ നിഷേധിച്ചുകൊണ്ടാണ് ഇനി അവനെ തൂക്കിക്കൊല്ലുവാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായി. മനുഷ്യന്റെ പാപത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയുള്ള എല്ലാ പ്രക്രിയകളും യാഗവും കാൽവരി ക്രൂശിൽ പൂർണ്ണമാക്കപ്പെട്ടു, നിവർത്തീകരിക്കപ്പെട്ടു. ഇനിയും നീ പാപത്തിൽ മരിക്കുന്നുവെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടാഞ്ഞതുകൊണ്ടല്ല. നിന്റെ പാപത്തിന്റെ ശിക്ഷാവിധിക്കുള്ളതെല്ലാം അവൻ ചെയ്തു കഴിഞ്ഞു, പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനിയും നീ ശിക്ഷിക്കപ്പെടുവാൻ പോകുന്നത് നീ ഈ കാൽവരി ക്രൂശിൽ കൂടെ ലഭിച്ചതായ വിമോചനം സ്വയമേവ സ്വീകരിക്കാത്തത് കൊണ്ടാണ്, അംഗീകരിക്കാത്തത് കൊണ്ടാണ് എന്ന് പൗലോസ് നമ്മോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അനേക വിധത്തിലുള്ളതായ പ്രസംഗങ്ങൾ, അത്യന്താധുനികമായ വിഷയത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ 24 മണിക്കൂറും മാധ്യമങ്ങളിൽ കൂടെ മാറി മാറി കേൾക്കുന്ന ഈ ലോകത്തില് ക്രൂശിക്കപ്പെട്ടവനായ ഒരു മനുഷ്യനെ കുറിച്ച് പൗലോസ് പ്രസംഗിക്കുന്നതിന്റെ കാരണങ്ങൾ: ഒന്ന്, ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയും ഇല്ല. 2, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നത് ഒരുവൻ മാത്രം, കർത്താവായ യേശു ക്രിസ്തുവാണ്. 3, അവനിൽ വിശ്വസിക്കുന്ന ഏവനും പാപമോചനമെന്ന വീണ്ടെടുപ്പ് സാധ്യതപ്രായമായിരിക്കുന്നു. നാം ഈ ക്രൂശിൽ മാത്രം പ്രശംസിച്ച് വീണ്ടെടുപ്പിന്റെ അവകാശികളായി കാണപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും കൃപ ചെയ്ത് സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നു. ക്രൂശിലാണ് പ്രശംസ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിമോചനം, പാപങ്ങളുടെ പരിഹാരം. ഞങ്ങളുടെ പാപത്തിനുള്ള പരിഹാരം ക്രൂശിൽ എന്നേക്കുമായിട്ട് നിർവഹിച്ചു കഴിഞ്ഞു. ഇനിയും ഞങ്ങൾ പാപത്തിൽ മരിക്കാതെ വണ്ണം പാപത്തിൻ്റെ ശമ്പളം ശിക്ഷ എന്നുള്ളതായ ആ വേദന ഏറ്റുവാങ്ങുവാനിടയാകാതെ നിന്റെ ക്രൂശിൽ കൂടെ ലഭ്യമായിരിക്കുന്ന ആ വലിയ വീണ്ടെടുപ്പ് അനുഭവിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ ചെയ്ത് സഹായിക്കുമാറാകണമേ. ആമീൻ.